ഗൾഫ് 18 വിശദമായി. ഇമ്രാൻഖാന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് പാകിസ്ഥാൻ സുപ്രീം കോടതി. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഇതോടെ ആശ്വാസമായി. ഇമ്രാൻഖാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ സുപ്രീം കോടതി ഉത്തരവിറക്കി. അറസ്റ്റ് നിയമപരമല്ലെന്നും കോടതി വിധിച്ചു. അക്രമം നിർത്താൻ പ്രവർത്തകരോട് ആവശ്യപ്പെടണമെന്ന് ഇമ്രാനോട് കോടതി ആവശ്യപ്പെട്ടു. അക്രമങ്ങൾക്ക് സുപ്രീം കോടതിയോട് ഇമ്രാൻ മാപ്പ് പറയുകയും ചെയ്തു. അണികളോട് ശാന്തരാകാനും ഇമ്രാൻ ആഹ്വാനം ചെയ്തു. അതേസമയം വിധി നിയമവിരുദ്ധമാണെന്നായിരുന്നു പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രതികരണം. ചീഫ് ജസ്റ്റിസ് പദവി രാജിവെച്ച് ഇമ്രാന്റെ പാർട്ടിയിൽ ചേരണമെന്ന് മറിയം നവാസ് ഷെരീഫ് വിമർശിച്ചു. GCC താമസക്കാർക്കുള്ള എൻട്രി പെർമിറ്റ് നടപടികൾ കൂടുതൽ സുഗമമാക്കി ദുബായ് GDRFA. വെബ്സൈറ്റ് വഴി മുൻകൂറായി ഓൺലൈൻ എൻട്രി പെർമിറ്റ് സ്വന്തമാക്കാൻ GCC രാജ്യങ്ങളിലെ താമസക്കാർക്ക് ഇതോടെ കഴിയും. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും മറ്റും UAE പതിവായി യാത്ര ചെയ്യുന്ന GCC നിവാസികൾക്ക് ഈ ഓൺലൈൻ എൻട്രി പെർമിറ്റ് ഗുണകരമാകും. GCC രാജ്യങ്ങളിൽ നിന്ന് UAE യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള നടപടികളാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് കൈക്കൊള്ളുന്നത്. ഇതിന്റെ ഭാഗമായി യാത്രക്കാരുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ എൻട്രി പെർമിറ്റ് സേവനം ഓൺലൈനിലൂടെ ലഭ്യമാക്കുകയാണ് GDRFA. www.gdrfad.gov.ae എന്ന വെബ്സൈറ്റ് വഴി GCC രാജ്യങ്ങളിലെ താമസക്കാർക്ക് എൻട്രി പെർമിറ്റ് മുൻകൂർ സ്വന്തമാക്കാം. ഇത് എൻട്രി പോയിന്റുകളിലെ കാലതാമസം ഒഴിവാക്കാനും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള നടപടികൾ സുഗമമാക്കാനും സഹായിക്കും. പുതിയ സേവനം യാത്രക്കാർക്കും അധികാരികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുമെന്നും ദുബായ് GDRFA വ്യക്തമാക്കി. എൻട്രി പോയിന്റുകളിൽ യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനൊപ്പം ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും സാധിക്കും. വ്യക്തികൾ രാജ്യത്തെത്തുന്നതിനു മുൻപ് അവരുടെ യാത്രാ വിവരങ്ങൾ പരിശോധിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ജോലി, വിനോദസഞ്ചാരം, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കായി രാജ്യത്തേക്ക് പതിവായി യാത്ര ചെയ്യുന്ന GCC നിവാസികൾക്കും ഓൺലൈൻ എൻട്രി പെർമിറ്റ് ഏറെ ഗുണകരമാകും. യാത്രയ്ക്ക് മുൻപായി പ്രവേശനാനുമതി ലഭിക്കുന്നതിന് ഈ പുതിയ സേവനം പ്രയോജനപ്പെടുത്താൻ GCC രാജ്യങ്ങളിലെ താമസക്കാർ ശ്രദ്ധിക്കണമെന്നും GDRFA വ്യക്തമാക്കി. ന്യൂസ് 18 ദുബായ്. കുട്ടികളുടെ സർഗാത്മകതയും വായനയും ഉണർത്താനുള്ള നിരവധി പരിപാടികളുമായി ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ പുരോഗമിക്കുകയാണ്. കുട്ടികൾക്ക് സംഗീതം ആസ്വദിക്കാനും പരിശീലിക്കാനുമായി വായനോത്സവത്തിൽ ഒരുക്കിയ മ്യൂസിക് കോർണർ ശ്രദ്ധ നേടി. പ്രമുഖ സംഗീതജ്ഞരാണ് പരിശീലനം നൽകാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകരാൻ നിരവധി പരിപാടികളും റീഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. UAE വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമാണ് മേള സന്ദർശിക്കുന്നത്. ഇവിടെ ഇപ്പം സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളൊരു അനിമേഷൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് മെയിനായിട്ട് കുട്ടികൾക്കല്ല, പക്ഷേ കുട്ടികളുടെ പ്രോഡക്ട്സ്, അതായത് പുസ്തകങ്ങൾ അനിമേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ എക്സ്പേർട്സും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റേഴ്സും എല്ലാവരും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇറ്റാലിയൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അനിമേഷൻ ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ എല്ലാതരം പുസ്തകങ്ങളും അവൈലബിൾ ആണ്. 25% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള കുക്കറി ഷോസ്, കുട്ടികളുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഏകദേശം 12 രാജ്യങ്ങളിൽ നിന്നായിട്ട് 10-14 ഷെഫ്സ് വന്നിട്ട് അവർ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ വർക്ക്ഷോപ്സാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികൾക്ക് അവരുടെ ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന് പറയുന്ന ആ ഒരു തീം വെച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ടെക്നിക്കാലിറ്റീസും അതുമാതിരി തന്നെ സയൻറ്റിഫിക്കലായിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ സ്പോർട്സ് പരമായിട്ടുള്ള അങ്ങനെയുള്ള പലതരം ആക്ടിവിറ്റീസ്, വർക്ക്ഷോപ്സ് കുട്ടികൾ. തീരാവേദനയായി ഡോക്ടർ വന്ദന. ഡോക്ടർ വന്ദന ദാസ് ഇനി ഓർമ്മ. കുറുപ്പന്തറ പട്ടാളമുക്കിലെ വീട്ടുവളപ്പിൽ ഒരുക്കിയ ചിതയിൽ ഉച്ചയ്ക്ക് 2:30 സംസ്കാര ചടങ്ങുകൾ. അമ്മാവന്റെ മകൻ നിവേദ് ചിതയ്ക്ക് തീ കൊളുത്തി. പ്രതീക്ഷകളും മോഹങ്ങളും ബാക്കിയാക്കി യുവ ഡോക്ടർ വന്ദന മടങ്ങി. കണ്ടുനിന്നവരെയെല്ലാം കണ്ണീരിലാക്കി. പട്ടാളമുക്കിലെ വീട്ടുമുറ്റത്തൊരുക്കിയ പൊതുദർശനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, മന്ത്രി VN വാസവൻ തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു. കേരളത്തിലെ ഡോക്ടർമാരുടെ സമൂഹത്തിന്റെ വലിയൊരു പരിച്ഛേദം തന്നെ നമ്പിച്ചിറ കാലായിൽ വീട്ടിലെത്തി.
രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരും വിവരമറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും ഡോക്ടർ വന്ദനയ്ക്ക് അന്തിമോപചാരമർപ്പിച്ചു. അമ്മാവന്റെ മകൻ നിവേദാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. വേദനയോടെ തളർന്നു പോയിരുന്നു അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരി. ഒടുവിൽ 2:30 ചിതയിലേക്ക്. ഈ പേരും ഒരുപാട് ഓർമ്മകളും ബാക്കിയാക്കി ഡോക്ടർ വന്ദനാദാസ് മടങ്ങി. വന്ദനയുടെ രക്തസാക്ഷിത്വമെങ്കിലും അധികൃതരുടെ കണ്ണു തുറപ്പിക്കുമോ? പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ആശുപത്രി സംരക്ഷണ നിയമം ഒരാഴ്ചയ്ക്കകം ഭേദഗതി ചെയ്ത് പുറത്തിറക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. നിയമത്തിന് ഡോക്ടർ വന്ദനയുടെ പേര് നൽകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം IMAയും സർക്കാർ ഡോക്ടർമാരും ഇതുവരെ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. PG ഡോക്ടർമാരുടെ സമരം തുടരും. ആരോഗ്യമേഖലയുടെ കാലങ്ങളായുള്ള ആവശ്യം വന്ദനയുടെ മരണത്തിനു പിന്നാലെ യാഥാർത്ഥ്യമാവുകയാണ്. 2012 ആശുപത്രി സംരക്ഷണ നിയമം പരിഷ്കരിച്ച് അടുത്തയാഴ്ച തന്നെ ഓർഡിനൻസായി ഇറക്കും. നിയമ ഭേദഗതി ഓർഡിനൻസ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവരും. ആശുപത്രികളെ 3 വിഭാഗങ്ങളായി തിരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. ആദ്യ വിഭാഗത്തിൽ വരുന്ന മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കും. SI, ASI, CPO എന്നിങ്ങനെ ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിൽ ഇവിടെ വിന്യസിക്കണം. മറ്റ് ആശുപത്രികളിലും പോലീസിന്റെ പൂർണ്ണ നിരീക്ഷണം ഉറപ്പാക്കും. എല്ലാ ആശുപത്രികളിലും ആവശ്യമായ CCTV സ്ഥാപിച്ച് കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കും. ഓരോ 6 മാസത്തിലും സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടത്തും. പ്രതികളെയും അക്രമ സ്വഭാവമുള്ള ആളുകളെയും ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പ്രത്യേക സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സർക്കാർ നിർദ്ദേശങ്ങൾ IMA അടക്കമുള്ള സംഘടനകൾ സ്വാഗതം ചെയ്തു. പക്ഷെ മുന്നോട്ട് വെച്ച ബഹുഭൂരിപക്ഷം വിഷയങ്ങളിലും അനുകൂലമായ തീരുമാനം ഉണ്ടായതുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സമരം ഞങ്ങൾ പിൻവലിക്കുകയാണ്. PG ഡോക്ടർമാരുടെയും ഹൌസ് സർജന്മാരുടെയും പ്രതിനിധികളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. കഴിഞ്ഞ 72 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും സെക്യൂരിറ്റി ഇഷ്യൂസ് ആയിരുന്നാലും ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന തലത്തിൽ ഒരു കമ്മീഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആശുപത്രി സംരക്ഷണ നിയമത്തിന് വന്ദനയുടെ പേര് നൽകണമെന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആവശ്യവും സർക്കാർ പരിഗണിക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. യുവ ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ ഹൈക്കോടതിയിൽ വീഴ്ച സംബന്ധിച്ച് പോലീസുകാരൻ മരിച്ചാലും ഡോക്ടർ വന്ദനയെ സംരക്ഷിക്കണമായിരുന്നുവെന്ന് ADGP അജിത് കുമാർ കോടതിയിൽ സമ്മതിച്ചു. വൈദ്യപരിശോധനയ്ക്ക് വ്യക്തികളെ ഹാജരാക്കുന്നതിൽ പുതിയ പ്രോട്ടോകോൾ സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാമെന്നും പോലീസ് കോടതിക്ക് ഉറപ്പു നൽകി. സംഭവത്തിൽ പോലീസ് സംവിധാനം പരാജയമായിരുന്നുവെന്ന് ഇന്നും ഹൈക്കോടതി വിമർശിച്ചു. ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും 24 മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഡോക്ടർ വന്ദനയുടെ ദാരുണ മരണത്തിൽ ഇന്നും രൂക്ഷമായ വിമർശനമാണ് പോലീസിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഓൺലൈനായി പങ്കെടുത്തു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനയുടെ മരണം സംഭവിച്ചത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് പവർ പോയിന്റ് പ്രസന്റേഷനും CCTV ദൃശ്യങ്ങളും അക്രമിയുടെ ഫോൺ റെക്കോർഡും പോലീസ് ഹാജരാക്കിയെങ്കിലും സംഭവത്തിലെ പോലീസ് വീഴ്ച ന്യായീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പോലീസ് സംവിധാനം പരാജയമായിരുന്നുവെന്ന് കോടതി ആവർത്തിച്ചു. പോലീസുകാരെ വ്യക്തിപരമായി വിമർശിക്കുകയല്ല, വസ്തുതകളാണ് കണക്കിലെടുക്കുന്നതെന്നും ഇത്തരം അക്രമ സംഭവങ്ങൾ മുൻകൂട്ടി കാണണമായിരുന്നുവെന്നും അതിനുവേണ്ടി പരിശീലനം ലഭിച്ചവരാണ് പോലീസ് എന്നും ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല. അന്വേഷണം വന്ദനയ്ക്ക് വേണ്ടി നടത്തണമെന്നും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആത്മാവ് പൊറുക്കില്ലെന്നും കോടതി പറഞ്ഞു. ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രതി ഇങ്ങനെ എത്തിയാൽ എന്ത് സംഭവിക്കും? ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി താക്കീത് ചെയ്തു. തുടർന്ന് പോലീസുകാരൻ മരിച്ചാലും ഡോക്ടർ വന്ദനയെ സംരക്ഷിക്കണമായിരുന്നുവെന്ന് ADGP അജിത് കുമാർ കോടതിയിൽ സമ്മതിച്ചു. ADGPയുടെ പരാമർശത്തെ കോടതി അഭിനന്ദിച്ചു. പോലീസ് വ്യക്തികളെ ആശുപത്രിയിൽ ഹാജരാക്കുമ്പോഴുള്ള പ്രോട്ടോകോൾ സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം അറിയിക്കാമെന്നും ADGP കോടതിയെ അറിയിച്ചു.
വന്ദനയുടെ കുടുംബത്തോട് മാപ്പ് പറയുന്നുവെന്ന് കോടതി പറഞ്ഞു. യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട സൈബർ ആക്രമണങ്ങളെ ഭയക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു. വിമർശനങ്ങളെ കോടതി മുഖവിലക്കെടുക്കുന്നില്ല. തങ്ങളുടെ ഉദ്ദേശ്യം വ്യക്തമാണ്. ശരിയായി ചിന്തിക്കുന്നവരല്ല സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും കോടതിയുടെ ഉത്തരവാദിത്തമാണ് കോടതി ചെയ്യുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. കോടതിയുടെ വിശ്വാസത്തെ തകർക്കാനാവില്ല. ആരാണ് വിമർശിക്കുന്നതെന്നറിയാം. ഇത്തരം സംഭവങ്ങളിൽ കോടതി കണ്ണടക്കില്ല. സൈബർ ഇടങ്ങൾ ഉപയോഗിച്ച് ന്യായീകരണം നടത്തുന്നവർ സ്വയം ചിന്തിക്കണം. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി സിറ്റിംഗ് നടത്തിയതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആക്രമണ സമയത്ത് പോലീസ് ഓടി രക്ഷപ്പെട്ടു. വീഴ്ച മറയ്ക്കാൻ പോലീസ് തിരക്ക് തയ്യാറാക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കഴിയാതെ ഒരു പെൺകുട്ടിയുടെ ചെറിയൊരു പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പോലീസ് ചെയ്തത്. ഹോംഗാർഡിനെയാണോ ഇയാളുടെ കൂടെ അയക്കേണ്ടത്? ഇതുപോലത്തെ ഒരു ക്രിമിനലിന്റെ കൂടെ അയക്കേണ്ടത്? അത്രയും മുഴുവൻ കുഴപ്പമുണ്ടാക്കിയിരുന്ന ഒരാളാണ്. ഇയാളെങ്ങനെ വാദിയാവുന്നത്? ഇപ്പൊ ADGP പറഞ്ഞത് ഇയാൾ വാദിയാണെന്ന്. ഇയാളെങ്ങനെ വാദിയാവുന്നത്? ഇയാളെ ക്രിമിനലാണ്. രാത്രി മുഴുവൻ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരാളാണ്. നാട്ടുകാർ ഇയാളെ ശല്യം സഹിക്കുക വയ്യാതെ വിളിച്ചു പറഞ്ഞ ആളാണ്. അപ്പൊ പോലീസ് പുതിയ തിരക്കഥ ഉണ്ടാക്കിയാണ്. ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. കൊലയ്ക്ക് മുമ്പ് ആശുപത്രി ദൃശ്യങ്ങൾ പകർത്തിയത് സന്ദീപ് തന്നെയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി സുഹൃത്തുക്കൾക്ക് ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അവരിലേക്കും അന്വേഷണം നീളും. എഫ്ഐആറിനെ ചൊല്ലിയുള്ള വിവാദം അനാവശ്യമാണെന്നും പോലീസ് പറയുന്നു. ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ സമഗ്രമായ അന്വേഷണമാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള ആദ്യപടിയാണ് സന്ദീപിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള നീക്കം. സന്ദീപിന്റെ മാനസികാരോഗ്യം മുൻനിർത്തിയുള്ള വ്യാഖ്യാനങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ആക്രമണത്തിന് തൊട്ടുമുന്നേ പ്രതി ചികിത്സാ ദൃശ്യങ്ങൾ പകർത്തിയതും അത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തതും അന്വേഷണ വിധേയമാക്കുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം കേസിൽ നിർണായകമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന്റെ ഭാഗമായി ആശുപത്രിയിലെ സീനിയർ നഴ്സിന്റെയും നഴ്സുമാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ മൊബൈൽ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല. ഇത് കണ്ടെത്തി പ്രധാന തെളിവാക്കി മാറ്റാനാണ് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. സന്ദീപിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എഫ്ഐആറിനെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് വിശദീകരിക്കുന്നു. പ്രാഥമികമായി മാത്രം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന എഫ്ഐആർ ആധികാരിക രേഖയല്ലെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ പഴുതടച്ച കുറ്റപത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊല്ലം. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിൽ ആരോഗ്യമന്ത്രി വിടാതെ പ്രതിപക്ഷം. പരിചയക്കുറവ് ആർക്കാണെന്ന് ജനം കാണുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഡോക്ടർ വന്ദനയുടേത് പരിചയക്കുറവാണെന്ന് പറഞ്ഞതെന്നറിയില്ല. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം അറിഞ്ഞു വേണം മന്ത്രി പ്രതികരിക്കാനെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കുത്തുകേസിലെ പ്രതിയുടെ അതിക്രമം. മാർക്കറ്റിൽ ഒരാളെ കുത്തിയ ശേഷം ആശുപത്രിയിലേക്ക് ഓടിക്കേറിയ ഇയാൾ രോഗിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഇയാളെ കീഴടക്കിയത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച പ്രതിയുടെ കയ്യിൽ വിലങ്ങിട്ട് കൊണ്ടുവരാൻ രേഖാമൂലം നിർദ്ദേശിച്ച് വനിതാ ഡോക്ടർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. കൈവിലങ്ങിട്ട് കൊണ്ടുവരണമെന്ന് ഡോക്ടർ കുറിപ്പെഴുതുകയായിരുന്നു. പ്രതിഷേധ സൂചകമായിട്ടായിരുന്നു ഈ കുറിപ്പ്. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തെ തുടർന്ന് ഡോക്ടർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രതിഷേധം രൂക്ഷമാണ്. ഗൾഫ് 18 തുടരുന്നു. സംവിധായകൻ ജൂഡ് ആന്റണിയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് നടൻ ആന്റണി വർഗീസ് പെപ്പെ നിർമ്മാതാവിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചു നൽകിയിട്ടുണ്ടെന്ന് ആന്റണി പറഞ്ഞു. അതിന്റെ രേഖകളും ആന്റണി പുറത്തുവിട്ടു. കുടുംബത്തെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ജൂഡിനെതിരെ അമ്മ മാനനഷ്ട കേസ് നൽകിയതായും പെപ്പെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തന്റെ മുതിർന്ന ജ്യേഷ്ഠനാണ് ജൂഡ് ആന്റണി എന്നും തനിക്കെതിരെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്നും ആന്റണി വർഗീസ് പറഞ്ഞു. എന്നാൽ തന്റെ കുടുംബത്തെ ഒന്നാകെ അപമാനിച്ച പ്രസ്താവനകളോട് യോജിക്കാനാവില്ല. പറ്റിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് താൻ പെങ്ങളുടെ കല്യാണം നടത്തിയതെന്ന ജൂഡിന്റെ വാക്കുകൾ വേദനയായി. ഒരാളുടെ പൈസ പറ്റിച്ചിട്ടുണ്ടെന്നുള്ളൊരു പ്രസ്താവന, അത് എന്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെറിയും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ പറഞ്ഞു. അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിർമ്മാതാവിൽ നിന്ന് വാങ്ങിയ പണം 2020 ജനുവരി 27 നൽകിയതാണ്. പണം നൽകി 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണ്
പെങ്ങളുടെ വിവാഹം നടക്കുന്നത്. 2018 സിനിമയുടെ വിജയലഹരിയിൽ ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകളാണ് ജൂഡ് നടത്തുന്നത്. ആരുടെയും സഹായമില്ലാതെ സിനിമയിൽ ആരുമാകില്ലെന്നും ജൂഡും സിനിമയിൽ പൊട്ടിമുളച്ചതല്ലെന്നും പെപ്പെ പറഞ്ഞു. ഈ ലോകത്തുള്ള ഏത് സ്റ്റാർ ആണെങ്കിലും ഏത് ഫിലിം മേക്കർ ആണെങ്കിലും ആരെങ്കിലൊക്കെ സഹായം അവസരം കൊടുത്തിട്ടല്ലേ. ജൂഡേട്ടൻ എങ്ങനെ വന്നേക്കണേ? തന്നെ പൊട്ടിമുളച്ചുണ്ടായതല്ല. പുള്ളിക്ക് ഒരു പ്രൊഡ്യൂസർ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. എനിക്ക് ലിജോ ചേട്ടൻ അവസരം തന്നു. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരും അവസരം കിട്ടിയിട്ട് തന്നെ ആരെങ്കിലൊക്കെ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. നിർമ്മാതാവിൽ നിന്ന് പണം വാങ്ങിയിട്ട് സിനിമയിൽ അഭിനയിക്കാതെ അതുപയോഗിച്ച് പെപ്പെ പെങ്ങളുടെ വിവാഹം നടത്തിയെന്നായിരുന്നു ജൂഡ് ആന്റണിയുടെ ആരോപണം. ചിത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില ആശയക്കുഴപ്പങ്ങൾ തോന്നിയപ്പോൾ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് പെപ്പെ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. തന്റെ 23 സെന്റിലധികം ഭൂമി അങ്ങാടിപ്പുറം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് സൗജന്യമായി നൽകി വേറിട്ട മാതൃകയായിരിക്കുകയാണ് മലപ്പുറം അങ്ങാടിപ്പുറം പുത്തനങ്ങാടി ശ്രീ ശരവണയിലെ TP കുഞ്ഞിരാമൻ നായർ. ആർമിയിൽ സിഗ്നൽസ് വിഭാഗത്തിൽ നിന്നും വിരമിച്ച ഹവിൽദാറായ ഇദ്ദേഹം തന്റെ വീടിനോട് ചേർന്നുള്ള ഭൂമിയാണ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് സൗജന്യമായി നൽകിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കൊപ്പം പക്ഷാഘാതം കൂടി വന്നതോടെ ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിൽ കുഞ്ഞിരാമൻ നായർക്ക് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സേവനങ്ങൾ വലിയ ആശ്വാസമായിരുന്നു നൽകിയത്. അങ്ങനെ ഒരു ദിവസം കുഞ്ഞിരാമൻ നായർ അവരോട് ചോദിച്ചു, ഞാൻ കുറച്ച് സ്ഥലം തന്നാൽ സ്വീകരിക്കുമോ? എന്തുകൊണ്ടാണ് സ്ഥലം നൽകുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: എൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ആർസിക്ക് അഞ്ചേരിയിലുള്ള ഒരു പാട്ടിൻ്റെ കിട്ടുകയാണെന്ന് കൊടുക്കാനുള്ള തീരുമാനം കൊല്ലം മുമ്പ് എടുത്തതാണ്. പക്ഷേ ഇപ്പോഴാണ് അതിന് സമയമായത്. ഓരോന്നും പോലെ സമയമുണ്ട്. കുര്യാക്കോസ് സാർ വന്നു ചോദിച്ചു, നിങ്ങൾക്ക് പാലിയേറ്റീവിന് സ്വന്തം സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചു. ആദ്യം ഇല്ല, വാടക കെട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ വേണമെന്ന് ചോദിച്ചു. അപ്പം മുമ്പോട്ട് പറഞ്ഞു, വളരെ സന്തോഷത്തോടുകൂടി എടുക്കും. ഇതാ ഈ കാണുന്ന സ്ഥലം എത്ര വേണ്ട വെച്ചാൽ അന്ന് എടുത്തോളാം. കുഞ്ഞിരാമൻ നായരുടെ മകൻ രാജനും ഭാര്യ ജയന്തിക്കും ഈ തീരുമാനത്തോട് പൂർണ്ണ സമ്മതം. അച്ഛൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് സന്തോഷം. ഇത് ഞങ്ങളോട് ചോദിച്ചു, ഇത് കൊടുത്തോളാൻ പറഞ്ഞു. എന്നോട് ആദ്യം പറഞ്ഞിരുന്നു അച്ഛൻ. അപ്പോൾ സ്ഥലം സ്പോൺസർ ചെയ്യാൻ ഒരാളില്ല. അച്ഛൻ ഒരു ബിൽഡിങ് കെട്ടിക്കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. സ്ഥലം ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ സ്ഥലം അച്ഛൻ കൊടുക്കാൻ തയ്യാറാണ് പറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നത്. ഞാൻ 17-18 കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ വീട്ടിലത്തെ ഒരു അംഗമായിട്ട് ഇവിടുത്തെ കുട്ടികളെ നോക്കിയതും ഒക്കെ ഞാൻ ഇവർക്ക് വേണ്ടി ജീവിച്ചു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മക്കളില്ല, ഇനി വരുന്നവരാണ് ഞങ്ങൾക്ക് മക്കൾ. അങ്ങാടിപ്പുറം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് എല്ലാ ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ് ആദ്യ പദ്ധതി. ഇവിടെ ഡയാലിസിസ് യൂണിറ്റുകളടക്കം ഭാവിയിൽ ഒരുക്കാനും ആലോചനയുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നമുക്ക് ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, പിന്നെ ഒരു ഫിസിയോതെറാപ്പി സെന്റർ, പകൽ വീട്, ഡയാലിസിസ് സെന്റർ, പിന്നെ ഒരു തൊഴിൽ പരിശീലനം, അങ്ങനെ പല കാര്യങ്ങളും നടത്തത്തക്ക രീതിയിലുള്ളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കോടാനുകോടി രൂപ ചെലവ് വരുന്ന കാര്യമാണ്. പക്ഷെ പ്രാഥമികമായി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങും ഒരു ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യവും ഡോക്ടർമാരുടെ ക്ലിനിക്ക് നടത്താനുള്ള സൗകര്യവുമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഈ വ്യാഴാഴ്ച ഭൂമിയുടെ ആധാര കൈമാറ്റ ചടങ്ങ് കുഞ്ഞിരാമൻ നായർക്കുള്ള ആദരമായി നടത്താനാണ് അങ്ങാടിപ്പുറം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 മലപ്പുറം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പുതിയ ബ്രാഞ്ച് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചു. ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിക്കൽ തുടങ്ങിയ മേഖലകളിലെ ജോലികൾ നേടാൻ പ്രാപ്തരാക്കുന്നതാണ് കോഴ്സുകൾ. ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന മാനേജ്മെന്റ് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലും ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബ്രാഞ്ചുകളുണ്ട്. വീണ്ടും റെക്കോർഡ് സൃഷ്ടിച്ച ജിയോ സിനിമ. ടാറ്റ IPL 2023 ഔദ്യോഗിക ഡിജിറ്റൽ സ്ട്രീമിംഗ് പങ്കാളിയായ ജിയോ സിനിമ ആദ്യ 5 ആഴ്ചകളിൽ 1300 കോടിയിലധികം വീഡിയോ വ്യൂവർഷിപ്പോടെ പുതിയ റെക്കോർഡിട്ടു. 5 ദിവസത്തിനുള്ളിൽ ജിയോ സിനിമ 2 തവണ ടാറ്റ IPLന്റെ ഏറ്റവും ഉയർന്ന റെക്കോർഡുകൾ തകർത്തിരുന്നു. ഏപ്രിൽ 12-ന് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിനിടെ 2.23 കോടി വ്യൂവർഷിപ്പാണ് നേടിയത്. 5-ാം ദിവസം ബാംഗ്ലൂർ ചെന്നൈ മത്സരത്തിനിടെ 2.4 കോടിയിലെത്തി ജിയോ സിനിമയുടെ വ്യൂവർഷിപ്പ്. കായിക വാർത്തകൾ.
യുസ്വേന്ദ്ര ചഹലിന്റെയും SSV ജയ്സ്വാളിന്റെയും മികവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് അതിഗംഭീര ജയം. 184 വിക്കറ്റുമായി ചഹൽ IPL ചരിത്രത്തിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്തെത്തി. ഇന്ന് കൊൽക്കത്തയുടെ 4 വിക്കറ്റുകളാണ് യുസ്വേന്ദ്ര ചഹൽ വീഴ്ത്തിയത്. അതേസമയം SSV ജയ്സ്വാൾ 47 പന്തിൽ 98 റൺസുമായി പുറത്താകാൻ നിന്നു. 13 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ SSV ജയ്സ്വാൾ IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 8 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുത്തപ്പോൾ രാജസ്ഥാൻ റോയൽസ് 13.1 ഓവറിൽ 151 റൺസ് എടുത്തു. സഞ്ജു സാംസൺ 48 റൺസുമായി പുറത്താകാതെ നിന്നു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5680 രൂപ, പവന് 45440 രൂപ, വെള്ളി ഗ്രാമിന് 83 രൂപ, കിലോയ്ക്ക് 83000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3721 രൂപ. കാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഗൾഫ് പൂർണ്ണമാകുന്നു. നമസ്കാരം.